പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? ഇനി ഏത് ഡിഗ്രി കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആണോ? എളുപ്പത്തിൽ പഠിച്ച് പാസ്സാകാൻ പറ്റിയ ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടോ? എന്നെ ടെൻഷൻ വേണ്ട. ആദിൽ സാറിൻ്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട്. ഇന്ന് തന്നെ സീറ്റ് ഉറപ്പാക്കും. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ കാഴ്ച പരിമിതിയുള്ള സ്റ്റുഡൻസിനും കുറച്ച് ആനുകൂല്യങ്ങൾ അനുവദിച്ചതിൻ്റെ ഉത്തരവ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്കുള്ള അഡ്മിഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമുക്കറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഭിന്നശേഷിക്കാരും അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിൽ പരിമിതികളുള്ള ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത്. അപ്പോൾ ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതുന്നത് പോലെയോ ഒന്നും അവർക്ക് അതിന് കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിനേതായിട്ടുള്ള പരിമിതികൾ അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അവരെ ആ ഒരു പരിമിതികൾ ഓവർകം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് അവരെയും നമ്മളെ പോലെ തന്നെ ഡിഗ്രി പാസ്സാക്കി എടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി അവർക്കായിട്ട് കുറച്ച് ആനുകൂല്യങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു നോട്ടിഫിക്കേഷനിൽ യൂണിവേഴ്സിറ്റി അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സംഗ്രഹം നമുക്കൊന്ന് നോക്കാം. അതിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന്, ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന പഠിതാക്കൾക്കുള്ള ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കാഴ്ച പരിമിതർക്കും ട്രൈബിൻ്റെ സഹായത്തോടെ അനുവദിച്ചിട്ടുള്ള മറ്റ് ഭിന്നശേഷിക്കാർക്കും നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസൈൻമെൻറ്റുകളും റിപ്പോർട്ടുകളും കൈയെഴുത്തിന് പകരം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ടൈപ്പ് ചെയ്ത് സമർപ്പിക്കുന്നതിനും ഭിന്നശേഷിക്കാരായ പഠിതാക്കൾക്ക് പ്രത്യേക അപേക്ഷ പ്രകാരം നിർദ്ദിഷ്ട പരീക്ഷാ കേന്ദ്രങ്ങളിൽ സീറ്റുകൾ അനുവദിക്കുന്നതിനും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻഡ് വേർഷനും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിലെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്ക്രൈബിന് വെച്ചിട്ടായിരിക്കും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എഴുതുന്നത് പോലെ ഒന്നും അവർക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അവർക്ക് എക്സാം എഴുതി കൊടുക്കുന്നത് ഒരു സ്ക്രൈബാവും. അപ്പോൾ ആ ഒരു സ്ക്രൈബിനെയാണ് അവർ ആദ്യം തന്നെ അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് പരാമർശം 1 പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന അർഹരായ പഠിതാക്കൾക്ക് സ്ക്രൈബ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് സ്ക്രൈബിനെ യൂസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ പരാമർശം 2 പ്രകാരം കാഴ്ചാ പരിമിതിയുള്ള സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെന്റുകളും പ്രൊജക്റ്റുകളും എഴുതി സബ്മിറ്റ് ചെയ്യുന്നതിന് പകരം ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അതാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ സ്റ്റുഡൻസിന് എക്സാം സെന്ററുകളിൽ ഒരു നിശ്ചിത സീറ്റുകൾ അവർക്ക് മാറ്റി വെച്ചിരിക്കണം എന്നുള്ളതാണ് മൂന്നാമതായി കൊടുത്തിരിക്കുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള സ്റ്റുഡൻസിനൊക്കെ എക്സാം സെന്റർ കുറച്ച് ദൂരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിപ്പെടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്തരം സ്റ്റുഡൻസിന് തൊട്ടടുത്തുള്ള ഒരു എക്സാം സെന്റർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവകലാശാല നോട്ടിഫിക്കേഷൻ പ്രകാരം സെമസ്റ്റർ പരീക്ഷകൾക്ക് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ സൗകര്യപ്രദമായ പരീക്ഷാ കേന്ദ്രങ്ങൾ ലഭിക്കാത്ത ഭിന്നശേഷിക്കാരായ പഠിതാക്കൾക്ക് പരീക്ഷാ നോട്ടിഫിക്കേഷൻ തീയതി മുതൽ 10 ദിവസത്തിനകം പഠിതാക്കളിൽ നിന്നും അപേക്ഷ ലഭിക്കുന്ന പക്ഷം നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും സൗകര്യപ്രദമായ പരീക്ഷാ കേന്ദ്രം നൽകുന്നതിന് അനുവദിച്ചുകൊണ്ട് പരാമർശം 3 പ്രകാരം വൈസ് ചാൻസലർ ഉത്തരവായിട്ടുണ്ട്. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ദൂരെയുള്ള ഒരു എക്സാം സെന്ററിലേക്ക് അവർക്ക് എത്തിപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്
ആ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് മുതൽ അടുത്ത 10 ദിവസത്തിനുള്ളിൽ അവരൊരു അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ആ ഒരു അപേക്ഷ പ്രകാരം നോട്ടിഫിക്കേഷനിൽ നിന്നുള്ള എക്സാം സെന്ററിന് പകരം അടുത്തുള്ള ഒരു എക്സാം സെന്റർ അവർക്ക് ഗവൺമെന്റ്, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ആനുകൂല്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം യൂണിവേഴ്സിറ്റി ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്റ്റുഡൻസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെ കാണുന്ന, തുല്യരായിട്ട് കാണുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രകാരം ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചാപരിമിതിയുള്ള സ്റ്റുഡൻസിന് അവർ ഫേസ് ചെയ്യുന്ന ഏകദേശം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.